കുഴുപ്പുള്ളി വില്ലേജിൽ ഞങ്ങൾ ഇവിടെ നിന്നും കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് കരമടക്കാൻ സാധിക്കുകയില്ല എന്നാണ്. റവന്യൂ മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും വഖഫ് മന്ത്രിയുമായിട്ടൊക്കെ നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് കരമടക്കുന്നതിനുള്ള അനുവാദം തരികയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് കരമടച്ച് കിട്ടിയതും വഖഫ് പ്രോപ്പർട്ടിയിൽ അനധികൃതമായ താമസിക്കുന്ന ആളുകൾക്ക് കരമടക്കുന്നതിന് വേണ്ടിയാണ്. തിരുവിതാംകൂർ രാജാവ് ഗുജറാത്തുകാരനായ അബ്ദുൽ സത്താർ സേട്ടുവിന് മുനമ്പത്തെ 404 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്നതിന് പാട്ടമായി നൽകി. സേട്ടു 1948 ഈ ഭൂമി മകൻ മുഹമ്മദ് സിദ്ദിഖിന് എഴുതി നൽകി. ഇതിനൊക്കെ മുന്നേ തന്നെ മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അവർ ഭൂമിയിൽ അവകാശം ഉന്നയിക്കുന്നതിന് തടയിടാനായിട്ടാകാം മകൻ സേട്ടു ഈ 404 ഏക്കർ ഭൂമി വഖഫാക്കി ഫാറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്തു നൽകി. താമസ ഭൂമിയുടെ അവകാശം തങ്ങൾക്കാണെന്ന് പറഞ്ഞ് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ കേസിന് പോയി. വർഷങ്ങൾ നീണ്ടുനിന്ന കേസിൽ ഫാറൂഖ് കോളേജ് വിജയിച്ചു. പിന്നീട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ കോളേജ് മാനേജ്മെന്റ് കാശ് വാങ്ങി താമസക്കാർക്ക് വിലയാധാരം എഴുതി കൊടുത്തു. പ്രശ്നം അവിടെ അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. മുനമ്പത്തുകാർ അവരുടെ സ്വന്തം ഭൂമിയിൽ വീടൊക്കെ വെച്ച് കുടുംബമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും താമസിച്ചു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ 2008 VS അച്യുതാനന്ദൻ സർക്കാർ വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നതിനെ പറ്റി പഠിക്കാൻ നിസാർ കമ്മീഷനെ നിയമിച്ചു. 2009 കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ മുനമ്പം ഭൂമി വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ബലത്തിൽ 2009 വഖഫ് ബോർഡ് മുനമ്പത്തെ 600-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കി. അവിടുത്തെ താമസക്കാർക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് വഖഫ് ബോർഡ് ഈ കടുങ്കൈ ചെയ്തത്. മനുഷ്യർ തലമുറകളായി താമസിച്ചു വന്നിരുന്ന അവർ കാശ് കൊടുത്ത് വിലയാധാരമായി വാങ്ങിയ ഭൂമി വഖഫ് ബോർഡിന് ചുമ്മാ കയറിയങ്ങ് ഏറ്റെടുക്കാനാവുമോ? ഇങ്ങനെ ഒരു സംശയം ആർക്കും തോന്നാം. പക്ഷേ വഖഫ് ബോർഡിന് ഏത് ഭൂമിയും അവരുടെ പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാൻ അധികാരമുണ്ട്. 1995 വഖഫ് നിയമം സെക്ഷൻ 40 അനുസരിച്ച് വഖഫ് ആണെന്ന് ബോർഡിന് ബോധ്യപ്പെട്ടാൽ അത് സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കുവാനും രജിസ്റ്റർ ചെയ്ത് പേരിലാക്കാനും ബോർഡിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കോട്ട് ചെയ്ത് മുനമ്പത്തെ 400 ഏക്കർ വഖഫാക്കി 2009 വഖഫ് ബോർഡ് ഓർഡർ ഇറക്കിയത്. വഖഫ് ആക്ടിനെ ഒരു ചോരകുടിയൻ നിയമമാക്കി മാറ്റിയത് ഈ സെക്ഷൻ 40 ആണ്. സ്വീപ്പിംഗ് പവേഴ്സ് ആണ് ഈ വകുപ്പ് പ്രകാരം വഖഫ് ബോർഡിന് ലഭിക്കുന്നത്. മുനമ്പം ഭൂമി വഖഫാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിന് അയച്ചു കൊടുത്തു. അതോടെ വില്ലേജ് ഓഫീസർക്ക് താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാൻ കഴിയാതെയായി. 2019 മുനമ്പം ഭൂമി വഖഫ് ബോർഡ് അവരുടെ പേരിൽ സ്വമേധാ രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കി. ഇങ്ങനെ ചെയ്യാനുള്ള അവകാശവും അധികാരവും നിലവിലെ വഖഫ് നിയമപ്രകാരം വഖഫ് ബോർഡിനുണ്ട്. സ്വന്തം ഭൂമി രജിസ്റ്റർ ചെയ്ത് വഖഫ് ബോർഡ് കൈക്കലാക്കിയ വിവരമറിഞ്ഞ മുനമ്പം നിവാസികൾ സമരത്തിനിറങ്ങി. വൈപ്പിൻ MLA പ്രശ്ന പരിഹാരത്തിനായി സർക്കാരിനെ സമീപിച്ചു. CPM MLA ആയ ഉണ്ണികൃഷ്ണന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് മുനമ്പം നിവാസികളിൽ നിന്ന് കരം വാങ്ങാൻ അനുവാദം നൽകി റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. ഈ ഉത്തരവിനെതിരെ ഒരു നാസർ മനയിലും അബ്ദുൽ സലാമും ഹൈക്കോടതിയെ സമീപിച്ചു. വഖഫ് ആയി പ്രഖ്യാപിച്ച് രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ നികുതി മുനമ്പം നിവാസികളിൽ നിന്ന് വാങ്ങുന്നത് തടയണമെന്ന അവരുടെ വാദം അംഗീകരിച്ച കോടതി ഭൂനികുതി വാങ്ങാൻ അനുമതി നൽകിയ റവന്യൂ ഉത്തരവ് സ്റ്റേ ചെയ്തു. അതോടെ മുനമ്പത്തുകാർ പൂർണ്ണമായും പെട്ടു. അവർ തെരുവിലിറങ്ങി. കാശ് കൊടുത്ത് ഫാറൂഖ് കോളേജിൽ നിന്ന് വിലയാധാരമായി വാങ്ങിയ ഭൂമി വഖഫായി പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്നത് വഖഫ് ആക്ടിലെ സെക്ഷൻ 40 ആണ്. ആരുടെ നെഞ്ചത്ത് കയറി നിരങ്ങാനും കുതിര കയറാനും അനിയന്ത്രിതമായ പവർ വഖഫ് ബോർഡിന് നൽകുന്നത് ഈ സെക്ഷൻ 40 ആണ്.
മന്ത്രി കിരൺ റിജ്ജു പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തുകാരെ കണ്ണീരിലാഴ്ത്തിയ സെക്ഷൻ 40 ശിരച്ഛേദനം ചെയ്യുന്നു. അതായത് ഏത് ഭൂമി വഖഫാക്കി സ്വന്തമാക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന സെക്ഷൻ 40 പുതിയ ഭേദഗതി പാസായാൽ എന്നേക്കുമായി ഇല്ലാതാകും. ചുരുക്കത്തിൽ പുതിയ നിയമം വന്നാൽ ഒരാളുടെ കിടപ്പാടത്തിൽ കയറി കൈവയ്ക്കാൻ വഖഫ് ബോർഡിനാവില്ല. പുതിയ ഭേദഗതി നിയമപ്രകാരം ഏതെങ്കിലും ഭൂമി വഖഫ് ആണെന്ന് തോന്നിയാൽ കയ്യിലുള്ള തെളിവുമായി വഖഫ് ബോർഡിന് ട്രിബ്യൂണലിനെ സമീപിക്കാം. സിവിൽ കോടതിയായി ആക്ട് ചെയ്യുന്ന ട്രിബ്യൂണലാണ് വഖഫ് ബോർഡിന്റെ ക്ലെയിം പരിശോധിക്കുന്നത്. പുതിയ നിയമം വഖഫ് ട്രിബ്യൂണലിന്റെ ഘടനയിലും മാറ്റം വരുത്തുന്നു. ജില്ലാ ജഡ്ജിയുടെ പദവിയിലുള്ള സിവിൽ ജഡ്ജ്, ADM റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ, ഇസ്ലാമിക നിയമ വിദഗ്ധൻ, ഈ 3 പേരാണ് പഴയ വഖഫ് ആക്ട് സെക്ഷൻ 83 പ്രകാരം ട്രിബ്യൂണൽ അംഗങ്ങൾ. പുതിയ ഭേദഗതി പ്രകാരം മതനിയമ വിദഗ്ധനെ ഒഴിവാക്കി ട്രിബ്യൂണലിന് കൂടുതൽ ജുഡീഷ്യൽ സ്വഭാവം നൽകുന്നു. കൂടാതെ ADM റാങ്ക് ഉദ്യോഗസ്ഥന് പകരം ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ 2ാം ട്രിബ്യൂണൽ മെമ്പറാകും. നിലവിലെ ആക്ട് സെക്ഷൻ 83 പ്രകാരം വഖഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് അന്തിമമാണ്. ഹൈക്കോടതിക്ക് ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സ്വമേധയാ ട്രിബ്യൂണൽ ഉത്തരവിന് ആധാരമായ റെക്കോർഡുകൾ പരിശോധിച്ച് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ ഉത്തരവ് ഭേദഗതി ചെയ്യാനോ റദ്ദാക്കാനോ കഴിയുമെങ്കിലും വഖഫ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരെയുള്ള അധികാരം ഹൈക്കോടതിക്ക് ഇല്ലായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതിയിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് അന്തിമമാണെന്ന ക്ലോസ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യുന്നു. കൂടാതെ ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ 90 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജി നൽകാം. ഇരു കൂട്ടരുടെയും അപ്പീൽ വാദങ്ങൾ കേട്ട് ഇഴകീറി പരിശോധിച്ച് ഹൈക്കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കും. ഈ പുതിയ നിയമം പാടില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത്. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടീസ് പോലും നൽകാതെ മുനമ്പത്ത് 610 കുടുംബങ്ങൾ താമസിക്കുന്ന 400 ഏക്കർ വഖഫാക്കി പ്രഖ്യാപിക്കുവാൻ വഖഫ് ബോർഡിന് അധികാരം നൽകിയ സെക്ഷൻ 40 പുതിയ ഭേദഗതി പാസായാൽ പൂർണ്ണമായും ഇല്ലാതാകും. ആരെയും കേറി മാന്താനും കടിച്ചു കീറാനും വഖഫ് ബോർഡിന് കഴിയുമായിരുന്ന ആ സെക്ഷൻ 40 ദംഷ്ട്രയെ പുതിയ നിയമം വേരോടെ പിഴുതെടുത്ത് മാറ്റുന്നു. സെക്ഷൻ 40 അപ്രത്യക്ഷമാകുന്നതോടെ വഖഫ് തർക്കം സാധാരണ സിവിൽ കേസായി മാറുന്നു. വഖഫ് ബോർഡായാലും ദേവസ്വം ബോർഡായാലും ഒരു മതസ്ഥാപനത്തിനും ഒരു സെക്യുലർ സ്റ്റേറ്റിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അവരെ പെരുവഴിയിലേക്ക് എടുത്തെറിയുവാനുള്ള അപരിമേയമായ അധികാരം നൽകാൻ പാടില്ല. ആരുണ്ട് എന്നെ പിടിച്ചുകെട്ടാൻ എന്ന അഹംഭാവത്തിൽ കൂർത്ത കൊമ്പുകളായി കുത്താനായി മതിച്ചു നടക്കുന്ന ഒരു കാളക്കൂറ്റൻ സ്ഥാപനത്തിനുള്ള മൂക്കുകയറാണ് പുതിയ വഖഫ് ഭേദഗതി ബിൽ. ഇന്നല്ലെങ്കിൽ നാളെ മുനമ്പത്തെ ആകാശത്ത് നീതിയുടെ സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും.